ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു മുട്ടായി ഉണ്ടാക്കൽ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായിൽ കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് ലയിപ്പിച്ച് ഗ്യാസിൽ വെച്ച് മെൽറ്റാക്കി എടുക്കാം. ഇത് നല്ലോണം തിളച്ച് മെൽറ്റായി വരുമ്പോൾ അത് വാങ്ങി തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് വീട്ടിലൊക്കെ ദോശമാവ് ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് അത് ബാക്കിയുള്ളതൊക്കെ ഇനി കളയൊന്നും വേണ്ട. അതെടുത്തിന് കുറച്ച് ബീറ്റ്റൂട്ട് എടുത്ത് അതിൻ്റെ നീരെടുക്കുക. ജ്യൂസ് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ജ്യൂസ് മെഷീനിൽ അടിക്കുക. കുറച്ച് ദോശമാവ് എടുത്ത് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ എടുത്ത് വെച്ച ബീട്രൂട്ടിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കുക. അത് ജ്യൂസ് അടിച്ച് വെച്ചത് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. തോനെ ഒഴിച്ചാൽ അത് കുയ്യപ്പം പോലെ നല്ല വലുതായിട്ട് വരും. നമുക്ക് മുട്ടായി അല്ല വേണ്ടത്, അപ്പോൾ ഒരു മുട്ടായിൻ്റെ രൂപത്തിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അടച്ച് വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കി അതിൽ നിന്ന് ഓരോന്ന് എടുത്ത് മാറ്റുക. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മുട്ടായിയാണ് കേട്ടോ. അത് വീട്ടിലൊക്കെ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. ദോശമാവൊക്കെ എന്തായാലും ബാക്കി ഉണ്ടാവും രാവിലെ ഉണ്ടാക്കുന്നത്. അത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ലോണം കഴിക്കുകയും ചെയ്യും. അതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ അതുപോലെ ചുട്ടെടുക്കുക. അതുപോലെ അങ്ങനെ ചുട്ടെടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ആക്കുക. ഇതുപോലെ ഉണ്ടാവും ചുട്ടെടുക്കുമ്പോൾ മുട്ടായിൻ്റെ അതേ വലുപ്പത്തിൽ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ പഞ്ചസാര ലായനി ലയിപ്പിച്ച് വെച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇത് ഒന്നായിട്ട് ഇടരുത് കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഞാനത് ഒന്നായിട്ട് ഇട്ടത് അത് ഒട്ടിപ്പിടിച്ചു. ഇങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലോണം അതിൽ മുക്കിയെടുക്കണം ആ പഞ്ചസാര ലായനിയിൽ. കേക്ക് തിന്നാനും കുട്ടികൾ കഴിക്കുകയും ചെയ്യും. തിന്നാൻ നല്ല രസമാണത്. ഇങ്ങനെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കുക വൈകുന്നേരങ്ങളിൽ സമയങ്ങളിലൊക്കെ. അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.